പ്രൈസ് ദി ലോർഡ്. ഒന്ന് രണ്ട് ആലോചനകൾ പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ സേവയ്ക്ക് വേണ്ടി സമർപ്പിക്കണം. സ്തോത്രം. നാം ദൈവരാജ്യത്തിൽ പോകാൻ ഒരുങ്ങണം. അതൊന്നാമത്തെ കാര്യം. എന്നിട്ട് സ്തോത്രം, ഞാൻ ഇന്ന് രാവിലെ പ്രസംഗിച്ചപ്പോൾ ഇപ്രകാരം പറഞ്ഞു: ദൈവരാജ്യത്തിന്റെ സുവിശേഷം യോഹന്നാൻ തുടങ്ങി. താൻ ജയിലിലായപ്പോൾ ക്രിസ്തു അന്ന് തന്നെ പ്രസംഗം ആരംഭിച്ചു. അതേ പ്രസംഗം. ഹല്ലേലൂയ. എന്നിട്ട് ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ശിഷ്യന്മാർക്ക് അതേ ചുമതല കൈമാറി. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിൽ നിങ്ങൾ ആ 12 അപ്പോസ്തലന്മാരെ കുറിച്ച് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിപ്പിക്കും. ഹല്ലേലൂയ. രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, അത്ഭുതങ്ങളെ ചെയ്യുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ. ഫസ്റ്റ് ഡേയിൽ പറഞ്ഞതുപോലെ ദൈവരാജ്യം വചനത്തിലല്ല, ശക്തിയിലത്രേ. യോഹന്നാൻ സ്നാപകൻ വചനത്തിൽ തുടങ്ങിയെങ്കിൽ ക്രിസ്തുവിന്റെ പ്രസംഗം വെറും വചനത്തിലല്ലായിരുന്നു, ശക്തിയോടുകൂടെ ആയിരുന്നു. യേശുവിന്റെ ആദ്യ പ്രസംഗത്തിലെ ഭൂതം ഇളകിയപ്പോൾ അവിടെ ഇരുന്നവരെല്ലാം ചോദിച്ചു, എന്തുവാണ് ഈ പ്രസംഗം? അധികാരത്തോടും ശക്തിയോടും കൂടെയുള്ളതാണല്ലോ, ഭൂതങ്ങൾ വരെ ഇവന് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസ് വിശേഷം 9:1 വരുമ്പോൾ സ്തോത്രം, അവിടെ ശിഷ്യന്മാരോട് പറയുകയാണ്, സകലവിധ ദീനങ്ങളെ സൗഖ്യമാക്കുവാനും എല്ലാവിധ അശുദ്ധാത്മാക്കളെ പുറത്താക്കുവാനും ഞാൻ നിങ്ങൾക്ക് ശക്തിയും അധികാരവും തന്നിരിക്കുന്നു. എല്ലാവരും രാമൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് ചെയ്യാണ്, ക്ഷമിക്കണം. എന്നിട്ട് പറഞ്ഞു, യോഹന്നാൻ ശബ്ദമായി, ക്രിസ്തു ശബ്ദം മാത്രമല്ല അധികാരവും ശക്തിയും ശിഷ്യന്മാർക്ക് കൈമാറിയിട്ട് പറഞ്ഞു, ഇതേ അധികാരവും ശക്തി എന്ന് പറഞ്ഞാൽ മരിച്ചവരെ ഉയർപ്പിപ്പീൻ എന്ന് വരെ അധികാരം കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ചെയ്തതിനേക്കാളും അധികം ചെയ്വീൻ. എല്ലാവരും കരം ഉയർത്തി വന്ന് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെയെങ്കിൽ എനിക്ക് തന്ന സബ്ജക്ട് ഫിഷേഴ്സ് ഓഫ് മെൻ. സ്തോത്രം. മനുഷ്യനെ പിടിക്കുന്നവർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തുവിന്റെ വലയിലകപ്പെട്ട ശിഷ്യഗണങ്ങൾക്ക് അവരെ മനുഷ്യരെ പിടിക്കേണ്ട അധികാരം ശക്തിയും നൽകി കർത്താവ് അയച്ചു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ട് ഇനിയും ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിക്കാം, എടുത്തു പറയട്ടെ. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് 2 പ്രാവശ്യം ദർശിച്ച ശിഷ്യന്മാർ പിന്നെയും മീൻ പിടിക്കാൻ പോയി. രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടൊന്നും കിട്ടിയില്ല. യേശു കരയിൽ നിന്നു പറഞ്ഞു, ആ വലതുവശത്തേക്കൊന്ന് വല വിരിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. വല വിരിച്ചു. വലിയ മീനുകൾ കിട്ടി. ആമേൻ. പത്രോസ് എടുത്ത് കടലിൽ ചാടി, നഗ്നനെന്ന് അറിഞ്ഞിട്ട്. എന്നിട്ട് കരയിൽ കയറി. ചാകാനല്ല ചാടിയത്. പ്രൈസ് ദി ലോർഡ്. കരയിൽ കയറിയിട്ട് കർത്താവ് പറഞ്ഞു, വന്ന് പ്രാതൽ കഴിപ്പി. വന്നപ്പോൾ എന്താ കണ്ടത്? ആമേൻ. കനൽ എന്ന് പറഞ്ഞാൽ കർത്താവ് നേരത്തെ പറഞ്ഞു, നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റും. ആമേൻ. സ്തോത്രം. ആ രൂപാന്തരം. അപ്പോ ഇവിടെ വന്നപ്പോൾ തലയും വാലും വെട്ടിയേച്ച് അകത്തുള്ള അശുദ്ധങ്ങളെല്ലാം മാറ്റി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് പാകമാക്കി കനലിന്മേൽ തയ്യാറാക്കി വെച്ച മീന്
അവർക്ക് വേണ്ടി വെച്ചിരുന്നു. കർത്താവ് പറഞ്ഞു, ഇപ്പോൾ പിടിച്ചതിൽ ചിലത് കൊണ്ടുവരുവിൻ. അവർ എത്ര കൊണ്ടുവന്നു? 153. ഹല്ലേലൂയ. അതിൽ കൊച്ചു മീനല്ല, വലിയ മീൻ കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ ഉദ്ദേശം, ഒന്നിനെ പാകമാക്കി ഇവരുടെ വയറ് നിറച്ചു, ബാക്കി 150 പാകമാക്കി അനേകർക്ക് കൊടുക്കാൻ കർത്താവിനുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ഒന്ന് പിടിച്ചാൽ അതിനെ മനുഷ്യനെ പിടിക്കുന്നവനാക്കി വിടുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവജനങ്ങളെല്ലാം, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സുവിശേഷമാകുന്ന വലയ്ക്കകത്തകപ്പെട്ട അല്ലെങ്കിൽ ദൈവരാജ്യത്തിനകത്ത് അകപ്പെട്ട വന്നു കയറിയ സകല മീനുകളെയും സകല വിശ്വാസികളെയും മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റാനാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ കോൺഫറൻസിൽ വന്നിരിക്കുന്ന നിങ്ങൾ ഈ 16ാമത്തെ നാഷണൽ കോൺഫറൻസ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങളുടെ ദൗത്യ നിർവഹണത്തെ കുറിച്ച് ശരിക്കും അറിവുള്ളവരായി, അതിന് സമർപ്പണമുള്ളവരായി അവൻ പോയാൽ ഏറ്റവും അനുഗ്രഹമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇനി ചില അത്യാവശ്യ കാര്യങ്ങൾ പറയുകയാണ്. ഒരു ശുശ്രൂഷകന്റെ ദൗത്യം എന്താണ്? പ്രൈസ് ദി ലോർഡ്. ഒരു സഭയുടെ ദൗത്യം എന്താണ്? പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് നന്നായി അറിഞ്ഞിരുന്നു. കൊലോസ്യർ 1:25-28 വാക്യങ്ങളിൽ, പ്രൈസ് ദി ലോർഡ്, താൻ ഒരു ഉദ്യോഗത്തിന് അപ്പോയിന്റ്മെന്റ് ചെയ്യപ്പെട്ടവരാണ് എന്ന് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. തന്റെ ഉദ്യോഗം എന്താണ്? 1, സുവിശേഷം പ്രസംഗിക്കുക. 2, വിശ്വാസികളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി മാറ്റുക. ആമേൻ. കരം ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ ഒരു ശുശ്രൂഷകന്റെ 2 ദൗത്യം: 1, സുവിശേഷം. ആമേൻ. 2, വിശ്വാസികളെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കാം. പക്ഷേ നമ്മുടെ മലയാള സഭകളൊക്കെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കാൻ വേണ്ടി, ആമേൻ, അന്നും 25, ഇന്നും 20, ഇവര് 365 ദിവസവും വെട്ടി ചെത്തി 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 7 തൊലിയും പൊളിച്ച്, പ്രൈസ് ദി ലോർഡ്, ഇവർക്ക് ചെത്തലിന്റെ വേദന കൂടുമ്പോൾ അവർ പറയും, ഞാൻ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്, 18 വർഷം കൊണ്ട് പാസ്റ്റർ, ഇനി ഏത് പാസ്റ്റർ വന്നാലും 2 വർഷം മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം ആകെ കൂടെയുള്ള പരിപാടി ചെത്തല. ആമേൻ. വേറെ വഴിയില്ല. അതെന്താണ്? സ്തോത്രം. ഞാൻ ചോദിച്ചല്ലോ, പുതിയ രക്ഷിക്കപ്പെടാത്തവരുണ്ടെങ്കിൽ ഇതെല്ലാം അവർക്ക് വേറെയാണ് വചനം. രക്ഷിക്കപ്പെട്ടവരെ 15 തന്നെ അന്നും ഉണ്ടെങ്കിൽ എനിക്ക് വേറെ എന്നാ പണി? ഹല്ലേലൂയ. മനസ്സിലാകുന്നോ നമുക്ക്? പക്ഷേ രണ്ടാമതൊരു പണി കൂടെ ശുശ്രൂഷകർക്കുണ്ട്: സുവിശേഷം പ്രസംഗിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ, ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിപ്പാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം എന്ന് ശരിയായ ബോധ്യം നമുക്കുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അതിനു വേണ്ടി അധ്വാനിപ്പാൻ നാം തയ്യാറാണ്. ആമേൻ. ഒരു ശുശ്രൂഷകൻ തന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച ആടുകളെയും കൊണ്ട് എങ്ങോട്ടാ പോകുന്നു എന്ന് അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. വാസ്തവത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ
അങ്ങനെ പോകുന്നവരും ധാരാളമുണ്ട്. ഞാൻ പാസ്റ്റർമാരെ കുറ്റം പറയുന്നെന്ന് പറയരുത്, ഞാൻ ഒരു ചർച്ച് പാസ്റ്ററാണ്. പക്ഷേ എന്നോട് ചിലർ ചോദിക്കും, പാസ്റ്റർ നിങ്ങളുടെ സഭയിൽ ആത്മാക്കൾ പെരുകുന്നതിൻ്റെ രഹസ്യം എന്താണ്? വാസ്തവത്തിൽ രഹസ്യമില്ല, പരസ്യമായതേ ഉള്ളൂ. എന്തുവാ? ഞാൻ തിരിച്ചു ചോദിക്കും, സഭ ജനിച്ച സ്ഥലം എവിടാ? ആമേൻ. പ്രാർത്ഥനാ മുറിയിൽ. ആദിമ സഭ വളർന്നതെങ്ങനെ? പ്രാർത്ഥനയായി. ദിനംപ്രതി ദേവാലയത്തിൽ വന്ന് ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വിശ്വാസികളായിരുന്നു ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് സാക്ഷികളാകും. പരിശുദ്ധാത്മാവിനെ കാത്തിരിക്കാൻ യേശു പറഞ്ഞിട്ട് സ്വർഗ്ഗാരോഹണം ചെയ്തു. 120 യേശുവിന്റെ അമ്മ ഉൾപ്പെടെ കാത്തിരുന്നു. നാണു തൂങ്ങി ചത്ത ഒരാൾ പോയി, ബാക്കി 11 ശിഷ്യർ. ഹല്ലേലൂയ. ഇവർ കാത്തിരുന്നു. പ്രാർത്ഥനയുടെ 10ാമത്തെ ദിവസം അമാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. വിശേഷമായി ശ്രദ്ധിക്കുക. സ്തോത്രം. അങ്ങേപ്പുറത്ത് യെരൂശലേമിന്റെ ആലയ ഗ്രൗണ്ടിൽ പെന്തക്കോസ്ത് മഹോത്സവം നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിനാൽ വേർതിരിക്കപ്പെട്ടവർ, പിടിക്കപ്പെട്ടവർ മാറി ഒരു മാളിക മുറിയിൽ ഉത്സവം നടത്തുന്നില്ല, മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. 50ാം നാൾ, പെസഹയുടെ 50ാം നാൾ പരിശുദ്ധാത്മാവ് ഇറങ്ങിയത് ഉത്സവ പറമ്പിലല്ല, മാളിക മുറിയിലായിരുന്നു. ഗ്ലോറി ടു ജീസസ്. മാളിക മുറിയിൽ ഇറങ്ങുവാൻ കാരണം അവിടെയാണ് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ജനത്തെ സ്വർഗ്ഗം കണ്ടത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയെങ്കിൽ എവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങിയോ ആ പ്രാർത്ഥനാ മുറിയിലേക്ക് ഉത്സവപ്പറമ്പിലെ ജനം ഓടിക്കൂടി. മനസ്സിലാകുന്നെന്ന് ഞാൻ കരുതുന്നു. ഗ്ലോറി ടു ജീസസ്. പ്രിയ സഹോദരങ്ങളെ, ഈ പ്രാർത്ഥന പാസ്റ്ററുടെ തലയ്ക്ക് മാത്രം ഇടാതെ വിശ്വാസികളും ഈ ദൗത്യം ഉണർന്ന് മുട്ടുമടക്കാൻ തയ്യാറായാൽ, നിങ്ങളുടെ ആലയം ഒരു പ്രാർത്ഥന മുറിയായാൽ പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങും. പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങിയാൽ ഉത്സവപ്പറമ്പിലെ ജനമെല്ലാം ആ പ്രാർത്ഥനാ മുറിയിലേക്ക് വരും. Glory to Jesus. Glory to Jesus. Hallelujah. ഉത്സവപ്പറമ്പിൽ കിടക്കുന്ന ജനം നിങ്ങളുടെ സഭയ്ക്കകത്ത് കയറണമെങ്കിൽ നിങ്ങളുടെ സഭ പ്രാർത്ഥനാ മുറിയാണ്. ആമേൻ. ഒരു ശുശ്രൂഷകൻ ക്രിസ്തു രാത്രി മുഴുവനും പ്രാർത്ഥിക്കും, പകൽ മുഴുവനും ശുശ്രൂഷിക്കും. പുള്ളിക്കാരൻ 3.5 വർഷം കൊണ്ട് പരിപാടി തീർത്തങ്ങ് പോയി. അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും രാത്രി മുഴുവനും പ്രാർത്ഥിക്കാൻ പറ്റുമോ? പകൽ മുഴുവനും ശുശ്രൂഷിക്കാൻ പറ്റുമോ? ഹലോ, നമുക്ക് ഉറങ്ങാനും കൂടെ വേണം. യേശു പറഞ്ഞു, അല്പം മാറിപ്പോയി വിശ്രമിക്കാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാരെ നിങ്ങൾ ഇനിയും 3.5 വർഷം കൊണ്ട് നിങ്ങളുടെ പരിപാടി തീരത്തില്ല, തുടരണം. അതുകൊണ്ട് നിങ്ങൾ പോയി എന്ത് ചെയ്യുക? വേണ്ടത്ര സമയം വിശ്രമം കൂടെ. പക്ഷെ ജനം വിശ്രമിക്കാൻ അനുവാദം നൽകിയില്ല. അത് മറ്റൊരു ഭാഗം. ഗ്ലോറി ടു ജീസസ്. ഞാൻ പറയാം, പ്രാസം ഒപ്പിച്ച് പ്രസംഗിച്ചത് കൊണ്ടോ, ഇന്റർനെറ്റിൽ നിന്ന് പുതിയ പുതിയ ആശയം
ഡൗൺലോഡ് ചെയ്ത് വിളമ്പിയത് കൊണ്ടോ ഒരിക്കലും സഭ വളരുകയില്ല. എളുപ്പത്തിലല്ല കർത്താവ് സഭ സ്ഥാപിച്ചത്, ജീവനെ കൊടുത്താണ് സഭ സ്ഥാപിച്ചത്. ആമേൻ. കുറഞ്ഞ വിലക്കല്ല സഭയെ കർത്താവ് പണിതത്. ആമേൻ. ഇത്ര വലിയ രക്ഷ, വലിപ്പം എത്ര, ആരും അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത വലിപ്പം, അതിന് കൊടുത്ത വിലയാണ് ഏറ്റവും വലിയ വില. Glory to Jesus. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരാത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു മുത്തുമല കൊടുക്കാൻ ദൈവത്തിന്റെ പക്കലുണ്ടായിരുന്നു. Praise the Lord. ഒരാത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു ഭൂമി വീതം കൊടുക്കാൻ എന്റെ ദൈവത്തിന്റെ പക്കലുണ്ട്. ഉണ്ടായില്ലയോ? ഇല്ലേ, കുറെ കൂടെ ഉണ്ടാക്കും. മനുഷ്യനെ ഉണ്ടാക്കാനല്ലേ സമയം മെനക്കെടുത്ത് മണ്ണെടുത്ത് പരിപാടി നടത്തി. പക്ഷെ ഈ ഭൂമിയെയും ഈ ആകാശഗോളത്തിലെ നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാക്കി വാക്കല്ലേ പറഞ്ഞുള്ളൂ. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ മുഴു ലോകവും കൊടുത്താലും ഒരു മനുഷ്യന്റെ വില, അത് വില പോരാ എന്ന് അവൻ അറിയുന്ന പിതാവ് അവൻ തന്റെ സ്വന്തം പുത്രനെ നൽകി. കരം തട്ടുവന്ന് ദൈവത്തെ സ്തുതിക്കാം, ആ പിതാവിനെ സ്തുതിക്കാം. അതാണ് ഇത്ര പിതാവിന്റെ വലിയ സ്നേഹം. Glory to Jesus. ഹല്ലേലൂയ. നിങ്ങൾക്ക് 1 കോടി രൂപയുടെ സ്വത്തുണ്ടെന്നിരിക്കട്ടെ, ഒരു മോനുണ്ടെന്നിരിക്കട്ടെ, 1 കോടി രൂപ ചിലവാക്കിയാലേ മോന്റെ ജീവൻ കിട്ടൂ എന്ന് വൈദ്യൻ പറഞ്ഞാൽ, നിങ്ങൾ 1 കോടി രൂപ മതി എന്ന് പറയുമോ? 1 കോടി രൂപയിൽ പോയാലും കുഴപ്പമില്ല, മോൻ വേണമെന്ന് പറയുമോ? പറയുമോ? വാ തുറക്കൂ. മോൻ മതി എന്നല്ലേ? പ്രൈസ് ദി ലോർഡ്. മുഴു ലോകവും കൊടുത്താലും മോനെ കൊടുക്കണ്ട എന്ന് ആ മുഴു ലോകവും വിലയായി മതിയായിരുന്നുവെങ്കിൽ എന്റെ പിതാവ് അത് കൊടുക്കുമായിരുന്നു. ആമേൻ. എന്നാൽ അത് പോരാതെ ആയതുകൊണ്ടാണ് ഏകജാതനായ പുത്രനെ തന്നത്. കൈകളെ ഉയർത്തി ശക്തമായി ഒന്ന് ദൈവത്തെ സ്തുതിക്കാം. അടുത്ത ചോദ്യം, പിതാവ് പുത്രനെ സ്നേഹിച്ചോ അതിനേക്കാളും എന്നെ സ്നേഹിച്ചോ? പറഞ്ഞൂടെ? സ്വന്തം ഏകജാതനായ പുത്രനെ സ്നേഹിച്ചോ പുത്രനേക്കാളും നമ്മെ സ്നേഹിച്ചോ? അതാ കേട്ടത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ എനിക്ക് വേണ്ടി തന്ന ആ പിതാവിന്റെ സ്നേഹത്തെ ഓർത്ത് ആ പിതാവിന്റെ പാദത്തിൽ വീഴാതിരിക്കാൻ ആർക്ക് കഴിയും? Glory to Jesus. ഹല്ലേലൂയ. ഇത്ര വലിയ വില കൊടുത്താണ് കർത്താവ് നമ്മെ വാങ്ങിയത്. Praise the Lord. Glory to Jesus. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വിലക്ക് ഇനിയും അനേകം രക്ഷിക്കപ്പെട്ട് വരുവാനുണ്ട്. Praise the Lord. ഈ ആത്മാക്കൾ രക്ഷിക്കപ്പെട്ട് വരുവാൻ കർത്താവ് നമ്മുടെ കരത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നാം ഉണർന്ന് അത് ചെയ്യുകയാണെങ്കിൽ നമ്മിലൂടെ ജനം രക്ഷിക്കപ്പെടും. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് ഇത്ര വലിയ വില കൊടുത്താണ് എന്നെയും നിങ്ങളെയും രക്ഷിച്ചത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, കർത്താവ് സഭയ്ക്ക് വേണ്ടി ശരീരത്തിൽ അനുഭവിച്ചതിന്റെ ബാക്കി ഞാൻ എന്റെ ശരീരത്തിൽ, അത് പൂരിപ്പിക്കാൻ ബാക്കി എന്റെ ശരീരത്തെ ത്യാഗമാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും. ക്രിസ്തുവിൽ മരണം വെളിപ്പെട്ടപ്പോൾ ലക്ഷങ്ങളിൽ ജീവൻ വെളിപ്പെട്ടു. ഹല്ലേലൂയ. ഒരു ദേശത്തിന്റെ ദൈവപുരുഷനായി ദൈവം ഒരു ദൈവദാസനെ തിരഞ്ഞെടുത്തു വച്ചാൽ താൻ മരണം സ്വീകരിക്കാൻ തയ്യാറാക്കി, ത്യാഗമേറ്റെടുക്കാൻ തയ്യാറാക്കി, തന്നിലൂടെ കുറെ പേർ ജീവൻ പ്രാപിപ്പാനിടയായി. അതിന്റെ അർത്ഥം ഇനി ഒന്നുകൂടെ
കൂടെ നാം ക്രിസ്തുവിന് പകരം മരിക്കണമെന്നല്ല, ആമേൻ, വില കൊടുക്കുവാൻ തയ്യാറാകണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഗ്ലോറി ടു ജീസസ്. ഈ വില കൊടുക്കുമ്പോൾ ഓർക്കണം, ജനം രക്ഷിക്കപ്പെട്ടു വരണമെങ്കിൽ, ആമേൻ, ഒന്നാമത് ഞാൻ 4 എളുപ്പ വഴി പറഞ്ഞുതരാം. മറക്കാതിരിപ്പാൻ, സഭ വളരുവാൻ, ആത്മാക്കൾ രക്ഷിക്കപ്പെടുവാൻ. 1, കണ്ണുനീർ ചിന്തണം. 2, വിയർപ്പ് ചിന്തണം. 3, പണം ചിന്തണം. 4, വേണ്ടി വന്നാൽ രക്തവും ചിന്തണം. എല്ലാം കരം ഉയർത്തി ഒരു ആമേൻ പറയാമോ? അയ്യോ, നിങ്ങളുടെ ആമേൻ ബലഹീനപ്പെട്ടു പോയി. ഓ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്നാമത് കണ്ണുനീർ ചിന്തണം. ആമേൻ, സ്തോത്രം. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പ്രാർത്ഥന. ഒരു സഭ പ്രാർത്ഥനാ മുറിയായാൽ ഉത്സവപ്പറമ്പിലെ ജനം ഇവിടേക്ക് കയറും. കാരണം പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ്. ഗ്ലോറി ടു ജീസസ്. കഴിഞ്ഞ 10 ദിവസം 120-ൽ കൂടിയില്ല ആള്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയ ദിവസം 3000 പേർ കൂടി വന്നു. അവരോട് ചേർന്ന് സ്തോത്രം, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. എല്ലാവരും മനസ്സിലാക്കണം. ഞാൻ ചോദിക്കട്ടെ, 11 അപ്പോസ്തലന്മാരുമാണോ ഇരുന്ന് പ്രാർത്ഥിച്ചത്? ആദ്യം എഴുന്നേറ്റ് പ്രസംഗിച്ച, സ്വർഗത്തിന്റെ താക്കോൽ പിടിച്ചോ എന്ന് കയ്യിൽ വാങ്ങിയ പത്രോസ് മാത്രമാണോ ഇരുന്ന് പ്രാർത്ഥിച്ചത്? അതാണ് ഞാൻ പറയാൻ വരുന്നത്. ശ്രദ്ധിക്കുക, ഈ പാസ്റ്റർമാരുടെ തലയ്ക്ക് മാത്രം കുറ്റം ചുമത്തി വിശ്വാസികളൊക്കെ കൂടെ രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. ഗ്ലോറി ടു ജീസസ്, ഹല്ലേലൂയ. തിരിച്ചു ചിരിക്കുന്ന പാസ്റ്റർമാരോട് പറയാം, ഈ വിഷൻ പ്രാപിക്കേണ്ടത് നിങ്ങളാണ്. ജനത്തെ മുട്ടുകുത്തിക്കേണ്ടത് നിങ്ങളാണ്. ഈ മുട്ടുകുത്തിക്കുക എന്ന് പറഞ്ഞ 2 അർത്ഥത്തിലുണ്ട്. ആ അർത്ഥമല്ല, തിരുസന്നിധിയിൽ മുട്ടുമടക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇതിന് നാം പദ്ധതിയിട്ട് നാം അതിന് മാതൃകയായി മാറാം. എൻ്റെ അനുഭവത്തിൽ ഒരു വാക്ക് പറയട്ടെ. 1986 ഇന്നിരിക്കുന്ന പാറശാല എന്ന സ്ഥലത്ത് ഒരു ഭദ്രകാളി ക്ഷേത്രം ഉടച്ച് പൊളിച്ച് അതിൻ്റെ കാവി പുരട്ടിയ കതക്, വേറെ പല കതക് വാങ്ങാൻ കാശില്ലായിരുന്നു. കുറെ തെങ്ങോലകൾ പല വീടുകളിൽ നിന്നായി വാങ്ങി. 22 അടി വീതിയും 40 അടി നീളവുമുള്ള ഒരു ഓല ഷെഡ് ഉണ്ടാക്കി. ഒരു വിശ്വാസി പോലും കൂടിയിരിക്കാൻ, പ്രാർത്ഥിപ്പാൻ ഇല്ല. ഒരു പിന്മാറ്റക്കാരനാണ് ഈ സഹായം ചെയ്തതെന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. അന്ന് കുഞ്ഞാണ്ട് വീത്യനറിയാം, ഞാൻ VTHന് ബഥേലിൽ പഠിക്കാൻ പോയി. അന്ന് എനിക്ക് 2 സ്ഥലങ്ങളിൽ പ്രവർത്തനമുണ്ട്. കുറച്ച് ദിവസമേ പോയുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു അധ്യാപകൻ ചോദിച്ചു, നിങ്ങളുടെ ദർശനങ്ങൾ എന്താണ്? അപ്പൊ അന്ന് 86-ൽ 150-ൽ കൂടുതൽ വിശ്വാസികളുള്ള പെന്തക്കോസ്ത് സഭകളെ ഇല്ല. എല്ലാവരും 50, 100 എന്ന് പറഞ്ഞവർ വിരളം. അവസാനം ഞാൻ പറഞ്ഞു, എനിക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് 1000 ആത്മാക്കളുള്ള സഭയായി തീരണം. അത് പറയാനൊരു കാര്യമുണ്ട്. ഈ ഓല ഷെഡിനകത്ത് എൻ്റെ സൺഡേ സ്കൂളിൽ വരുന്ന ഒരു പെൺകുട്ടി ഡ്രോയിങ് പഠിച്ചുകൊണ്ടിരുന്നു. അവിടെ ഡ്രോയിങ് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പലക വാങ്ങി അതിൽ വെള്ള പേപ്പർ ഒട്ടിച്ചിട്ട് ഞാൻ ഇങ്ങനെ എഴുതി, 1000 ആത്മാക്കളുള്ള സഭയായി തീരണം. ഇത് ആ മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നിട്ട് ഓരോ വരി ജനം ഇരിക്കേണ്ടുന്നിടത്ത്
ഇങ്ങനെ പോയി നിന്ന് ഇവിടെ ഇരിക്കാൻ ഒരു ആത്മാവിനെ തരണമേ എന്ന് കരയും. ഒരു തുള്ളി കണ്ണുനീർ അവിടെ ഒഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് ഇവിടെ ഇരിക്കാൻ ഒരു ആത്മാവിനെ തരണമേ എന്ന് പറയും. അടുത്ത സ്ഥലത്ത് കാൽ വെച്ച് ഇവിടെ ഇരിക്കാൻ ഒരു ആത്മാവിനെ തരണം. ഒരു 5, 8, 10 സ്ഥലം കഴിയുമ്പോൾ പിന്നെ കണ്ണുനീർ വരത്തില്ല. അടുത്ത് അല്ലാതെ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദർശനം തന്നവൻ നിറവേറ്റുവാൻ ശക്തനാണ്. ഈ ബലഹീനന് കുറച്ച് കരയാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അതിനു മുൻപ് ഞാൻ പറയാം, നോർത്ത് ഇന്ത്യയിലേക്കാണ് എനിക്ക് ആഗ്രഹം. ബൈബിൾ കോളേജിൽ ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാന ഘട്ടമായപ്പോൾ ഒരു ദൈവദാസൻ പറഞ്ഞു, ആദ്യം നിന്റെ ദേശത്ത് നിന്നെ അയച്ച് ചിലത് ചെയ്യുവാനുണ്ട്, പിന്നത്തേതിൽ ടീമായി അയക്കും. ഞാൻ പ്രവചനത്തെ സ്വീകരിച്ചില്ല. ഇതേ വാക്കുകൾ മറ്റൊരു വ്യക്തിയിൽ കൂടെ ദൈവാത്മാവ് പറഞ്ഞു. സമ്മതിച്ചു. സ്റ്റെപ്പ് സാഹിബ് കെട്ടി പണിത കുറെ സ്റ്റെപ്സുകളുണ്ട്. എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ പതുക്കെ എഴുന്നേറ്റ് അതിൽ ഒരറ്റത്ത് പോയിരുന്നു കൊണ്ട് 4 പോയിന്റുകൾ തിരുമുൻപിൽ വെച്ച് കഴിഞ്ഞു. കർത്താവ്, ഞാൻ നോർത്ത് ഇന്ത്യയിൽ പോകണ്ടാവെങ്കിൽ, ഒന്ന്, കേരളത്തിലാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ സഭയുടെ പാസ്റ്ററായി ഞാൻ മാറണം. 2, ഒരാത്മാവ് പോലും ഇല്ലാത്തടത്ത് പുതിയ സഭയായിരിക്കണം ഞാൻ ആരംഭിക്കേണ്ടത്. 3, കൃപാവരങ്ങളോടുകൂടെ ശുശ്രൂഷ ചെയ്യണം. 4, ലോകരാജ്യങ്ങളിൽ എനിക്ക് പ്രസംഗിക്കണം. ഈ 4 പോയിന്റുകളും തിരുമുൻപിൽ വെച്ചുകൊണ്ട് ഞാൻ കരയുമായിരുന്നു. ബൈബിൾ കോളേജിൽ നിന്ന് തിരികെ വരും മുമ്പേ, ഹല്ലേലൂയ, ഞാനൊരു കാര്യം പറയാം. ദൈവം നിങ്ങൾക്കൊരു വിഷൻ നൽകിയാൽ അത് തിരുപാദത്തിൽ വെച്ചുകൊണ്ട് നമ്മെ സമർപ്പിച്ചാൽ എൻ്റെ ദൈവാനിലകളിൽ ഉയർത്താതിരിക്കയില്ല. ഈ ബലഹീനന്റെ കൊച്ചു പ്രാർത്ഥന എന്റെ ദൈവം അംഗീകരിച്ചു എന്നതാണ് എനിക്ക് അത്ഭുതം. ഗ്ലോറി ടു ജീസസ്. 2006 കേരളത്തിൽ ഏറ്റവും വലിയ സഭയാണെന്നുള്ള ഒരു ട്രോഫി എനിക്ക് നൽകി പത്രക്കാർ. പ്രൈസ് ദി ലോർഡ്. ഞാനത് വാങ്ങിച്ചതിന്റെ രഹസ്യം അന്നത്തെ കൊച്ചു പ്രാർത്ഥനയുടെ മറുപടിയായി എനിക്ക് ഇരിക്കണമെന്ന് വാങ്ങിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ബാക്കി എല്ലാ കാര്യങ്ങളും ഒരു വിധത്തിൽ കർത്താവ് ഈ നിലയിൽ കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിനു വേണ്ടി കർത്താവ് പഠിപ്പിച്ചത്, എന്നെ പഠിപ്പിച്ച ഒരു കാര്യം ഇതാണ്. പ്രാർത്ഥനാ മുറിയിൽ സഭ ജനിച്ചു. പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് വന്നു. പരിശുദ്ധാത്മാവ് വന്ന പ്രാർത്ഥനാ മുറിയിൽ ഉത്സവപ്പറമ്പിലെ ജനം ഓടിക്കൂടി. അങ്ങനെയെങ്കിൽ നിന്റെ ആലയം പ്രാർത്ഥനാലയമായാൽ അവിടെ ജനം വരും. ജനം വരാൻ കാരണം പരിശുദ്ധാത്മാവിന്റെ ക്രിയകൾ നടക്കും. ഇന്ന് രാത്രിയിൽ ഈ കോൺഫറൻസ് കഴിഞ്ഞു പോകുമ്പോൾ എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, ദൈവരാജ്യം പണിയേണ്ട ചുമതല നമുക്കാണ്. അതിനാണ് കർത്താവ് ആയുസ് തന്നിരിക്കുന്നത്. അതിനാണ് കർത്താവ് അഭിഷേകം തന്നിരിക്കുന്നത്. അതിനാണ് കർത്താവ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് പോകുമ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന ചോദ്യവും അത് അവൻ എന്താകണമെന്ന് ഒരു സമർപ്പണവും നമുക്ക് ആവശ്യമാണ്. എളുപ്പമല്ല. സഭ വളരണ്ട എന്ന് ആഗ്രഹിക്കുന്ന ശുശ്രൂഷകരില്ല. സഭ വളരണ്ട എന്ന് ആഗ്രഹിക്കുന്ന വിശ്വാസികളുമില്ല. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഒന്ന്, കണ്ണുനീർ ചിന്തണം. ഗ്ലോറി ടു ജീസസ്. ഒന്നുകൂടെ പറയാം, 12 അതിൽ ഒരുത്തൻ പോയി 11 അപ്പോസ്തലന്മാരുമല്ല കൂടിയിരുന്നത്. കർത്താവ് സന്ദർശിച്ച മുഴുവനും 120 പേരും. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് സഭകളിൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് എത്ര പേര് കാണും? ഇവിടിരിക്കുന്ന നിങ്ങളിൽ പലരും പാസ്റ്റർമാരെ കുറ്റം പറയുന്നവരല്ലേ?
നിങ്ങൾ ആ ഉപവാസത്തിന് വന്നിട്ടുണ്ടോ? ഇവിടുത്തെ ഒരു വണ്ണം കുറയാൻ എന്തെല്ലാം പണിപ്പെടുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ത്യാഗം ഏറ്റെടുക്കുവാൻ തയ്യാറായിട്ടുണ്ടോ? ഗ്ലോറി ടു ജീസസ്. ഇത് മുതൽ നമ്മുടെ സഭകൾ പ്രാർത്ഥനാലയമായി മാറട്ടെ. ഗ്ലോറി ടു ജീസസ്. 8 മണിക്കൂർ എന്നത് 10 മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്താൽ കൂടുതൽ കാശ് കിട്ടുമെന്ന് ജോലി ചെയ്യുന്നുവെങ്കിൽ 2 മണിക്കൂർ കുറച്ച് ചെയ്തിട്ട് 2 മണിക്കൂർ തിരുസന്നിധിയിൽ മുട്ടുമടക്കാൻ, ത്യാഗം സഹിക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ ദൈവം നിന്നെയും നിന്റെ സന്തതിയെയും മാനിക്കാതിരിക്കയില്ല. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. ദൈവദാസന്മാർ ചിലപ്പോൾ ശുശ്രൂഷിച്ച് ക്ഷീണിച്ച് ഇന്ന് കഷ്ടത്തിലോ ബലഹീനതയിലോ ആയിരിക്കും. എങ്കിലും പറയാം, പ്രാർത്ഥന ഉള്ള സഭയെങ്കിൽ നീ തളർന്നു കിടന്നാലും തളർന്ന കരം ഒരു രോഗിയുടെ മേൽ വയ്ക്കുമ്പോൾ വിടുതലുണ്ടാകും. ഗ്ലോറി ടു ജീസസ്. ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ചവന് ഒരേ ഒരാഗ്രഹം എന്താണ്? നിന്നിൽ വ്യാപരിക്കുന്നതിന്റെ ഇരട്ടി പങ്കാക്കാം. എന്നാൽ എലീശയെ പിൻഗമിച്ചവന് ഒരു ആഗ്രഹം, പൊന്നും വെള്ളി. അല്ല, മറ്റോ കൊണ്ടുവന്നപ്പോൾ ചോദിച്ചു, വേണ്ടെന്ന് പറഞ്ഞപ്പോ ഇയാൾക്ക് വേണ്ട, എനിക്കെങ്കിലും വാങ്ങിച്ചെന്നൂടെ എന്നാണ് എന്റെ ആവേശം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവന് ഉള്ളത് കൊണ്ടല്ല വാങ്ങാത്തത്, ഇവന് വ്യവസ്ഥയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇരട്ടി പങ്ക് പ്രാപിച്ചവൻ ഇരട്ടി അത്ഭുതം നടക്കുന്നതിന് മുൻപ് മരിച്ചുപോയി. അവനെ അടക്കം ചെയ്ത ഗുഹയ്ക്കകത്ത് ഒരു ചത്തുപോയ പട്ടാളക്കാരനെ വലിച്ചെറിഞ്ഞിട്ട് പോയി. ഇവൻ അവരുടെ വലിച്ചെറിഞ്ഞവരുടെ പിന്നാലെ ഇവൻ എഴുന്നേറ്റ് നടന്നു പോകുന്നു. സംഭവം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത്, പണ്ട് ഇവിടെ എലീശയെ അടക്കം ചെയ്തു, അവന്റെ മാംസം ദ്രവിച്ചു പോയി, അവന്റെ ശരീരം ദ്രവിച്ചു പോയി, ഉണങ്ങി മെലിഞ്ഞ അസ്ഥി കഷണം അവിടെ കിടപ്പുണ്ട്. അതിൽ സ്പർശിച്ചതാണ് ഇവൻ ജീവൻ പ്രാപിക്കാൻ കാരണം. മനസ്സിലാകുന്നവർ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞതിന്റെ രഹസ്യം, നിന്റെ ആരോഗ്യം ഉള്ളത് കൊണ്ടല്ല ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. നിന്റെ ശരീരം മെലിഞ്ഞു പോയാലും, നിന്റെ ജീവിതം അവൻ തല ഉയർത്താൻ കൈ ഉയർത്താൻ കഴിവില്ലാതെ പോയാലും, നിന്റെ മേലൊരു അഭിഷേകമുണ്ടെങ്കിൽ അത് ചിലത് ചെയ്യുവാൻ ദൈവം നിന്റെ ബലഹീനതയെ ഉപയോഗിക്കും. ആമേൻ. എലീശയുടെ ആ വലിയ കൈയൊന്നും വേണ്ട. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ ബാല്യക്കാരനോട് പറഞ്ഞു, എടാ, ശൂന്യക്കാരത്തിയുടെ വീട്ടിൽ ചെറുക്കൻ മരിച്ചുപോയി, ആ വടിയെടുത്തോണ്ട് പോകാൻ പറഞ്ഞു, മൊത്ത് വെക്കാൻ പറഞ്ഞു. വടിയെടുത്തോണ്ട് യോഗം വെച്ചിട്ട് അരക്കം ഒന്നും വെക്കുന്നില്ല. എന്നാൽ ശൂന്യക്കാരത്തി പറഞ്ഞു, നീ വരാതെ ഞാൻ വിടത്തില്ല. ഇയാൾ പിന്നാലെ വന്നു. അപ്പൊ നോക്കണം, അന്ന് ബാല്യക്കാരൻ വടി വച്ചിട്ടും അനക്കം വെച്ചില്ല. ഇവൻ വന്നു, യാത്ര ചെയ്തു വന്ന് എഴുന്നേൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഇപ്പോൾ യവൻ അനങ്ങാൻ വയ്യ, അസ്ഥി മാത്രം. ഡെഡ് ബോഡി അതിന്റെ വെള്ളത്ത് വീണപ്പോൾ ജീവൻ പ്രാപിച്ചു. കൈകളെ അടിച്ച് അഭിഷേകത്തിന്റെ ആ മാഹാത്മ്യത്തിനായി ദൈവത്തെ സ്തുതിക്കാം. ഇത് നമ്മുടെ ഡിഗ്രി ഉണ്ടോ, നമ്മുടെ സ്തോത്രം ശക്തി ഉണ്ടോ, അല്ല ദൈവപ്രവൃത്തി. നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം, ഓ ആ അഭിഷേകത്തെ ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ അയച്ച് നിങ്ങളിൽ ചിലരെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങിയ, കറുപ്പനോ വെളുപ്പനോ ചുവപ്പനോ പ്രശ്നമല്ല,
അനുഭവം പോലെ ഇപ്പോഴും നടക്കണോ? അന്ന് അവര് പ്രാർത്ഥിച്ചു ദിനം പ്രതി. നിങ്ങൾ ആഴ്ചയ്ക്കൊരിക്കൽ വാച്ച് നോക്കി ഇങ്ങോട്ട് ഇഷ്ടം പോലെ കിട്ടണം, പക്ഷെ അങ്ങോട്ട് ആ ടൈമേ കൊടുത്തു. ദൈവം നീതിമാനല്ലേ. Praise the Lord. Hallelujah. 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 സ്തോത്രം സ്തോത്രം സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ തിരുസന്നിധിയിൽ അപ്പോസ്തലന്മാരുടെ കാലത്ത് അവർ ഏക മനസ്സോടെ വന്ന് പ്രാർത്ഥിച്ചു. ആമേൻ. നാഷണൽ കോൺഫറൻസിന് നമ്മൾ വരണമെങ്കിൽ നല്ല പ്രത്യേക പ്രോഗ്രാമും തരണം. ഇല്ലെങ്കിൽ അടുത്ത വർഷം വരുമോ? ആ പരിപാടിയില്ലെന്നേ നിങ്ങളെപ്പോലെ എല്ലാവരും വിചാരിച്ചെങ്കിൽ നിങ്ങൾ മാത്രമല്ലേ കാണൂ. അങ്ങനെ ആക്കാത്ത ദൈവത്തിന് സ്തോത്രം. എല്ലാവരും കരമുയർത്തി ഒരു നല്ല Praise the Lord. Praise the Lord. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് എന്നെ പ്രബോധിപ്പിച്ച ഒരു കാര്യം പറയട്ടെ. ഒരു സഭ ത്യാഗം സഹിപ്പാൻ തയ്യാറായാൽ ശുശ്രൂഷകരും വിശ്വാസികളും തിരുമുൻപിൽ മുട്ടുമടക്കി കരയുവാൻ തയ്യാറായാൽ, നിങ്ങളുടെ ആലയം ഒരു പ്രാർത്ഥനാലയമായി മാറിയാൽ അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നാൽ ഉത്സവപ്പറമ്പിലെ ജനമെല്ലാം നിങ്ങളുടെ ആലയത്തിൽ ഓടിക്കൊണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്ന് കണ്ണുനീർ ചിന്തുവാൻ സമർപ്പിക്കുക. നമ്മുടെ രക്ഷകൻ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. ഗ്ലോറി ടു ജീസസ്. ശിഷ്യന്മാർക്ക് പോലും പ്രാർത്ഥിക്കാൻ കഴിയാത്തപ്പോഴും കർത്താവ് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. സഭയെ പ്രാർത്ഥിപ്പാൻ തയ്യാറാക്കുക. സമയം വേർതിരിപ്പാൻ തയ്യാറാക്കുക. നിങ്ങളുടെ സഭ പ്രാർത്ഥന മുറിയാകട്ടെ. പാസ്റ്റർ യോഗിച്ചോട് ചോദിച്ചാൽ അദ്ദേഹവും പറയും പ്രാർത്ഥന. പാസ്റ്റർ ഡി മോഹനോട് ചോദിച്ചാൽ പറയും പ്രാർത്ഥന. ഒന്നാം നൂറ്റാണ്ടിലെ സഭയോട് ചോദിച്ചാൽ പറയും പ്രാർത്ഥന. യേശുവിനോട് ചോദിച്ചാൽ പറയും പ്രാർത്ഥന. പ്രാർത്ഥിക്കാൻ നമുക്ക് നേരമില്ല. എന്നാൽ ജനം രക്ഷിക്കപ്പെടുവാൻ അസാധ്യമാണ്. Praise the Lord. കഴിവുള്ള നിങ്ങൾ തിരുമുൻപിൽ പ്രാർത്ഥിപ്പാൻ തയ്യാറാകാതിരുന്നാൽ ബലഹീനരായ ചിലരെ ദൈവം ഉപയോഗിക്കും. ആമേൻ, ആമേൻ. അതുകൊണ്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. Praise the Lord. Praise the Lord. ചില മിനിറ്റൂടെ മാത്രം. Glory to Jesus. രണ്ടാമത് വിയർപ്പ് ചിന്തനം. കണ്ണുനീരോടെ വിതച്ചാൽ കണ്ണീരിൽ വിതയ്ക്കുകിൽ ആർപ്പോടെ കൊയ്യും പോയിടാമവൻ തിരുമുൻപിൽ വാങ്ങ പ്രതിഫലം ചൂടാം കിരീടങ്ങൾ അനന്ത സന്തോഷമുണ്ടൊടുവിൽ. ആർക്ക് പാടിയത്? നിങ്ങളുടെ പാട്ടിൻ പ്രകാരം കിരീടം കിട്ടിയാൽ നിങ്ങൾക്ക് എന്തോ കിട്ടും. ഇവിടെ നിന്നൊരു പേപ്പർ കിരീടമാക്കി കൊണ്ടുപോകും. സ്വന്തമായിട്ട് വെച്ചു. കണ്ണീരിൽ വിതയ്ക്കുകിൽ ആർപ്പോടെ കൊയ്യും പോയിടാം അവൻ തിരുമുൻപിൽ വാങ്ങാം ചൂടാം അനന്ത സന്തോഷമുണ്ടൊടുവിൽ. ഈ പോക്ക് പോയാൽ അവിടെ കരയാം. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ചിരിച്ചു വിടരുത്. നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ ദൈവം നിങ്ങളെ ന്യായം വിധിക്കും. ഗ്ലോറി. ഭയപ്പെടുക. ഞാൻ പറയട്ടെ, ഭയപ്പെടുക. എനിക്കിന്നും ഭയമാണ്. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. എനിക്ക് ഭയമാണ്. ഒരിക്കലും ഞാൻ ഇവിടെ വന്നതിൻ്റെ ബലം കൊണ്ടല്ല, ഒരിക്കലും എൻ്റെ പഠിത്തം കൊണ്ടല്ല, എൻ്റെ ജ്ഞാനം കൊണ്ടല്ല. എനിക്ക് മലയാളവും ശരിക്കും പറയാൻ അറിയത്തില്ല, ഇംഗ്ലീഷും പറയാൻ അറിയത്തില്ല, തമിഴും ശരിക്കും പറയാൻ അറിയത്തില്ല, ഒരു ഭാഷ ഇന്ത്യൻ ഭാഷകളും ശരിയായി പറയാൻ എനിക്കറിയത്തില്ല. അപ്പൊ ഞാനല്ല ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം, അവന്റെ മുൻപിൽ വീണാൽ, അവന്റെ അഭിഷേകം നമ്മുടെ മേൽ വെളിപ്പെട്ടാൽ, പ്രാർത്ഥിക്കുന്ന സഭയെ, പ്രാർത്ഥിക്കുന്ന ദൈവദാസന്മാരെ, പ്രാർത്ഥിക്കുന്ന വിശ്വാസികളെ, നിങ്ങൾ ഒരുമരപ്പെട്ട് ദൈവസന്നിധിയിൽ നിങ്ങളുടെ ആലയം ഒരു പ്രാർത്ഥനാലയമായാൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല കേട്ടോ. ഇവിടെ ഞാൻ ചവിട്ടി നിർത്താം ഒരു കൊച്ചുദാഹരണം പറഞ്ഞിട്ട്. യെഹെസ്കേൽ 47-ാം അധ്യായത്തിൽ അഭിഷേകത്തെ കുറിച്ച് ഒരു കൊച്ചു കാര്യം പറയാം. ആലയത്തിന്റെ ഉമ്മരപ്പടിയിൽ നിന്ന് ഒരു നദി ആരംഭിച്ചു, കിഴക്കോട്ടൊഴുകി. അല്ലേ? വളരെ ശ്രദ്ധിക്കണം. കിഴക്കോട്ട് ഒഴുകി. ഇതാ കയ്യിൽ ചരടുമായി ദൂതൻ വന്നു. നമുക്കെല്ലാം അറിയാവുന്ന പ്രസംഗമാണ്. 1000 മുഴം അളന്നു. പ്രവാചകനോട് പറഞ്ഞു ഇറങ്ങിക്കൊള്ളാൻ. പിന്നെയും അളന്നു, പറഞ്ഞു ഇറങ്ങിക്കൊള്ളാൻ. നമ്മളെങ്കിൽ പറയും, ദൂത നീ ഇപ്പോ സൂപ്പർ അളവ് പോലെ എൻ്റെ കയ്യിലുണ്ട്. പണ്ടേ അപ്പച്ചന്മാര് പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന അളവ് പോലെ. ഹലോ, ആമേൻ. പരിശുദ്ധാത്മ പ്രവാഹത്തെ കുറിച്ച് നമുക്കൊരളവ് പോലുണ്ടല്ലോ കയ്യില്. നമ്മുടെ അപ്പച്ചന്മാര് പറഞ്ഞു തന്നാ, നിന്റെ ചരടിന് അത്ര സുഖമില്ല, ഇതിനെക്കുറിച്ച് ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട, നീ പൊക്കോ, ഞാൻ അളന്നങ്ങ് ഇറങ്ങിക്കോളാം. പക്ഷെ ദൂതൻ പറഞ്ഞു ഞാൻ അളക്കാം, പ്രവാചക നീ ഇറങ്ങണം. ജീസസ് ജീസസ് ജീസസ്. ഈ കോൺഫറൻസിൽ ഇത് സംഭവിച്ചുവെങ്കിൽ കൊള്ളാമായിരുന്നു. നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന കയ്യിലിരിക്കുന്ന അളവുകോലുകളെ ചുട്ടരിച്ച് കളഞ്ഞിട്ട് അവൻ ദൈവത്തിന്റെ ദൂതനോട് അളക്കാൻ പറയണം. നീ പറയണം, അങ്ങ് അളന്നോളൂ, ഞാൻ ഇറങ്ങാം, ഏതുവരെ വേണമെങ്കിലും ഇറങ്ങാം. ആദ്യത്തെ അളവ് കൊണ്ട് പോരാ, പിന്നെയും അളന്നു ഇറങ്ങി. അതും പോരാ, പിന്നെയും അളന്നു ഇറങ്ങി. അരയോളമായി പോരാ. നരിയാണിയോളമായപ്പോൾ നമുക്കറിയാം, ഉറച്ച തറയിൽ ഓടുന്നതിനേക്കാൾ അല്പം കൂടെ കഷ്ടമുണ്ട് ഓടാൻ, നമ്മുടെ ഇഷ്ടത്തിനോട്. മുട്ടോളമായപ്പോഴും നമ്മുടെ ഇഷ്ടത്തിന് ആഞ്ഞാഞ്ഞെങ്കിലും നടക്കാം. അരയോളമായപ്പോഴും അല്പം കൂടെ ബലം പ്രയോഗിച്ചെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് പോകാം. ആമേൻ. ഭൂമിയിൽ കാൽ പതിച്ച് നടക്കാം. പക്ഷേ നീന്തിയിട്ടല്ലാതെ കടക്കാൻ കഴിയാത്ത അളവ് കവിഞ്ഞപ്പോൾ കാല് പറയുന്നു, എനിക്ക് ഭൂമിയിൽ നിൽക്കുന്നില്ല, പറഞ്ഞു പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നിയന്ത്രണം വെള്ളമാണ്. ഇപ്പോൾ എന്റെ സ്വയം ഇവിടെ പ്രയോജനമില്ല, നിയന്ത്രിക്കുന്നത് മുഴുവനും വെള്ളമാണ് എന്ന് അവന്റെ അനുഭവം, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത അനുഭവത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ പറഞ്ഞു, ഇനി തിരിച്ചു വരണം. തിരിച്ചു വന്ന് അവൻ നോക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട വൃക്ഷങ്ങൾ ഇരുകരയിൽ. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. ഞാൻ പറയാം, നിന്റെ സഭയ്ക്കകത്ത് ഒരു കവിഞ്ഞൊഴുകുന്ന നദി പുറപ്പെട്ടുവെങ്കിൽ നിന്റെ വിശ്വാസികളെല്ലാം പച്ച പിടിച്ച നല്ല നല്ല ആറ്റരികത്ത് നടപ്പെട്ട വൃക്ഷങ്ങളാണ്. Glory to Jesus. യെഹെസ്കേൽ പ്രവാചകനോട് വിളിച്ചു ചോദിച്ചാൽ പറയും 19-ാം അധ്യായത്തിൽ, നിന്റെ അമ്മ ആര്? അതൊന്നുമല്ല. 19-ല് 2-ാം വാക്യം വായിച്ചു നോക്കൂ. ഒരു സിംഹി. നിന്റെ അമ്മ ആര്? സിംഹി. സിംഹങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. സിംഹക്കുട്ടി ജനിക്കുന്നു.
ബാലസിംഹങ്ങളുടെ ഇടയിൽ വളരുന്നു. ഇരപിടിക്കാൻ പ്രായമായപ്പോൾ മനുഷ്യരെ തിന്നാൻ തുടങ്ങി. ശത്രു വന്ന് കൊളുത്തിട്ട് പൊക്കിക്കൊണ്ടുപോയി. മോനെ കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെട്ടു. അടുത്തതും അതുപോലെ. 10-ാം വാക്യത്തിൽ അടുത്ത വാക്യം, നിന്റെ അമ്മ ആര്? വെള്ളമുള്ളിടത്ത് നടപ്പെട്ട മുന്തിരി. Oh, glory to Jesus. ആമേൻ. അതിൽ നിന്ന് അധികാരികളുടെ ചെങ്കോലിന് ബലമുള്ള കൊമ്പുകൾ ഉണ്ടാകും. വിശദീകരിക്കാൻ സമയമില്ല. സ്തോത്രം. നമ്മുടെ സഭയിൽ നിന്ന് പരിശുദ്ധാത്മ നദി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത പ്രവാഹത്തോട് ഒഴുകിയാൽ ഇരു കരകളിലും ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ നമ്മുടെ വിശ്വാസികൾ നല്ല അനുഗ്രഹിക്കപ്പെട്ടവരാണ്. കരം തട്ടി വന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. സമയമായി ശരിയാണ്. ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട്. അവൻ ഈ വിശ്വാസികളുടെ മക്കള് അധികാരികളുടെ ചെങ്കോലിന് ബലമുള്ള കൊമ്പുകളാകും. മാത്രമല്ല, സ്തോത്രം, അടുത്തങ്ങോട്ട് വായിച്ചു വരുമ്പോൾ ഈ നദി, ഈ ആലയത്തിൽ നിന്ന് ആരംഭിച്ച നദി, ഈ കവിഞ്ഞൊഴുക്കല്ലേ, ഇത് കടലിലേക്ക് പോയി വീഴുന്നു. വെള്ളം സമുദ്രം പഥ്യമായി മാറുന്നു. ഹല്ലേലൂയ. പഥ്യമായി മാറിയപ്പോൾ എന്ത് സംഭവിച്ചു? ചലിക്കുന്ന പ്രാണികൾ ഡാളസ് പട്ടണത്തിലേക്ക് ഇതങ്ങ് ഒഴുകും. ആമേൻ. നിങ്ങളുടെ സഭയിരിക്കുന്ന പട്ടണത്തിലേക്ക് ഇത് ഒഴുകും. വെള്ളം പഥ്യമാകും. ഞാനത് പറഞ്ഞു വന്ന് രാവിലെ. ആ വെള്ളം ഏതെന്ന്? പുരുഷാരവും ജാതികളും വംശങ്ങളും ഭാഷകളും അത്രേ. ഹല്ലേലൂയ. അവരൊക്കെ ജീവൻ പ്രാപിക്കും. ആമേൻ പറഞ്ഞേട്ടെ. ജീവൻ പ്രാപിക്കും. ഹല്ലേലൂയ. ജീവൻ പ്രാപിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ പറയുന്നു. സ്തോത്രം. ഒരു വചനവും ഒന്ന് ശ്രദ്ധിക്കേ. 47 യെഹെസ്കേൽ 47-ന്റെ സ്തോത്രം, അതിന്റെ 10-ാം വാക്യം. അതിന്റെ കരയിൽ ഏൻ ഗതി മുതൽ ഏൻ എക്ലയും വരെ മീൻപിടിക്കാർ നിന്ന് വല വീശും. അതിലെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ വിവിധ ജാതിയായി അസംഖ്യമായിരിക്കും. ചുരുക്കി പറഞ്ഞ മീൻപിടിക്കാരുടെ എണ്ണം 5 മിനിറ്റിൽ തീർക്കാൻ പോവുകയാണ്. മീൻപിടിക്കാരുടെ എണ്ണം പെരുകും. എല്ലാവരും തളർന്നു പോയോ? വായിക്കാൻ പോയപ്പോഴും തളർന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നിരിക്കുന്ന 15 വിശ്വാസികളും മീൻപിടിക്കാരായി മാറുമെന്ന്. ആമേൻ. മാത്രമല്ല, എല്ലാ ജാതിയിൽപ്പെട്ട മത്സ്യങ്ങളും അവിടെ ഉണ്ടാകും. അതിന്റെ എണ്ണം സംഖ്യയറ്റതായിരിക്കും. കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന്റെ നദി പ്രാർത്ഥന മുറിയിലേക്ക് ഒഴുകിക്കഴിഞ്ഞാൽ ഈ നദി അവൻ അവിടെ നിന്നും ആ സഭയിരിക്കുന്ന പട്ടണത്തിലേക്ക് ഒഴുകിക്കഴിയുമ്പോൾ പട്ടണത്തിലെ ചലിക്കുന്ന ജീവശവങ്ങളായിരിക്കുന്ന മനുഷ്യർക്കൊരു ആത്മീക പ്രചോദനമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. രക്ഷിക്കപ്പെടുവാൻ, കർത്താവിങ്കലേക്ക് വരുവാൻ, മാനസാന്തരപ്പെടുവാൻ ഹൃദയം പാകമാകും. ഹല്ലേലൂയ. മാത്രമല്ല, ഈ അഭിഷേകത്തിന്റെ നിറവ് ഇന്ന് കേട്ടതുപോലെ അപ്പോസ്തല പ്രവൃത്തി 1:8 വചനത്തിൽ പറയുന്ന പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് സാക്ഷിയാകും. ഹല്ലേലൂയ. സാക്ഷിയാകാൻ തുടങ്ങുമ്പോൾ അവൻ മീൻപിടിക്കാരുടെ എണ്ണം പെരുകും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമുക്കൊക്കെ ഒരു സഭയിൽ 10 പാസ്റ്ററും 15 വിശ്വാസികളുമായിരിക്കും. പക്ഷെ ഇനി പറയട്ടെ, അങ്ങനെയല്ല. എല്ലാവരും മീൻപിടിക്കാരാകും. ഹല്ലേലൂയ. മനസ്സിലായില്ലേ? എല്ലാ വിശ്വാസികൾ ആരായിത്തീരും? ആരായിത്തീരും?
ഒന്ന് മാത്രം പറഞ്ഞേട്ടെ, മീൻ പിടിക്കാരായി തീരും. ഇതിനൊക്കെ അടിസ്ഥാനം പ്രാർത്ഥന. പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് വരും. പരിശുദ്ധാത്മാവ് വരുന്നിടത്ത് ജനം ഓടിക്കൂടും. ഹല്ലേലൂയ. ഈ ജനം മീൻ പിടിക്കാരായി മാറും, ആത്മാക്കളെ ആദായപ്പെടുത്തുന്നവരായി മാറും, സുവിശേഷ ദർശനമുള്ളവരായി മാറും, ആത്മഭാരമുള്ളവരായി മാറും. അങ്ങനെ വരുമ്പോഴാണ് സഭ വളരുന്നത്. പ്രൈസ് ദി ലോർഡ്. 1 ദിനവൃത്താന്തം 23 രജിസ്റ്റർ ചെയ്യപ്പെട്ടവരുടെ എണ്ണം 38,000. നിങ്ങളവിടെ വായിച്ചു നോക്ക്. അതിൽ ആലയ വേല ചെയ്യുന്നവർ 24,000, ന്യായാധിപന്മാരും നേതാക്കളും 4,000, 6,000. എത്രയായി? 24,000 6,000 എത്രയായി? ഇത് ആലയത്തിന്റെ പണിക്കാണ്. 30,000. ഇനി വാതിൽ കാവൽക്കാർ 4,000, കൊയർ മെമ്പേഴ്സ് 4,000. ബാക്കി എത്ര ഉണ്ട്? അപ്പോ ആലയത്തിൽ ഒരു വേലയും ചെയ്യാത്ത നിങ്ങൾ ഏത് കണക്കിൽപ്പെട്ടവരാ? ഹലോ, പ്രൈസ് ദി ലോർഡ്. ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരാണ് ഈ രജിസ്റ്റർ ചെയ്യപ്പെട്ടവരെന്ന് പറയുന്നത്. 38,000 എണ്ണത്തിലുണ്ട്. 38,000 പേർക്കും ആലയത്തിൽ ജോലിയുണ്ട്. അപ്പൊ ഈ ആലയത്തിൽ ദൈവവേലയ്ക്ക് പ്രയോജനപ്പെടാത്ത നീ ഏത് കണക്കിൽപ്പെട്ടതെന്നാണ് എന്റെ ചോദ്യം. ഹലോ, ഈ പറഞ്ഞത് കേട്ടവരെല്ലാം ഒന്ന് കരമുയർത്തി ആമേൻ എന്ന് പറഞ്ഞാട്ടെ. ചങ്കിലെ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ദൗത്യം ഏൽപ്പിച്ചിട്ട് ദൗത്യം ചെയ്യാതെ നന്മ മാത്രം ശമ്പളവും മറ്റു എല്ലാ കാശുകളും ചോദിച്ചു വാങ്ങി കാര്യം നടത്തുന്ന നിന്നെ കുറിച്ച് ദൈവത്തിന് സങ്കടമുണ്ട് കേട്ടോ. കർത്താവ് തിരഞ്ഞെടുത്തു, നിന്റെ പേര് ലിസ്റ്റിൽ ചേർത്തു. നിനക്കൊരു ദൗത്യമുണ്ട്. നീ ചെയ്യുന്നത് എന്താണ്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിവിടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു കവിഞ്ഞൊടുക്ക് നിന്റെ മേൽ വരണമെങ്കിൽ ഒന്ന് ദയവ് ചെയ്ത് ആദ്യത്തെ 5 മിനിറ്റ് ആരും ഓടരുത്. പ്രൈസ് ദി ലോർഡ്. നാളെ ഇന്നിനെ പ്രാർത്ഥിക്കാൻ സമയമില്ല. നിങ്ങളിലൂടെ ദൈവകൃപ വെളിപ്പെടണമെങ്കിൽ നാളെ ആ ആത്മപകർച്ചയുടെ ഒരു ആരാധനയിൽ നിങ്ങൾ പങ്കെടുക്കണം. മെസ്സേജ് കാണത്തില്ല, പ്രാർത്ഥനയായിരിക്കും അധികം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അതുകൊണ്ട് ആരും കൂടുതൽ വരത്തില്ലെന്ന എൻ്റെ ചിന്ത. ആമേൻ. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച അത് നമ്മിലൂടെ വെളിപ്പെട്ട് കഴിയുമ്പോൾ നാം ചിന്തിക്കുന്നതിനേക്കാളും വലിയ കാര്യങ്ങൾ ദൈവം നമ്മിലൂടെ ചെയ്യും. ഏത് ജാതിയിൽപ്പെട്ടവരും ഏത് നിറത്തിൽപ്പെട്ടവരും നിങ്ങളുടെ സഭയിൽ ഓടി വരും. ക്യാൻസർ രോഗിക്ക് നിറമല്ല പ്രശ്നം, സൗഖ്യമാണ് പ്രശ്നം. ട്യൂമർ ഉള്ളവന് നിറമല്ല പ്രശ്നം, സൗഖ്യമാണ്. 2 മാസത്തേക്ക് മുമ്പ് ഒരു ആരാധനയ്ക്ക് ഒരു സ്ത്രീ വന്ന് പരിശുദ്ധാത്മാ പറഞ്ഞ് രോഗികൾക്കായി പ്രാർത്ഥിക്കാൻ. സാധാരണ ഞാൻ ഞായറാഴ്ച ചെയ്യാറില്ല. പെട്ടെന്ന് പരിശുദ്ധാത്മാ പറഞ്ഞുകൊണ്ട് ഞാൻ ക്യാൻസർ ട്യൂമർ മാറുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു കൂട്ടം പേർ സൗഖ്യമായി മുൻപിൽ വന്നു. ആദ്യം ഒരു സ്ത്രീ ഒരു 1.25 വയസ്സായ മകനെയും കൊണ്ടുവന്ന്, ഇനി ഞാൻ യേശുവിനായി ജീവിക്കും, എന്റെ പേര് ഫാത്തിമയാണ്, ഇനി ഞാൻ യേശുവിനായി ജീവിക്കും. ഞാൻ ചോദിച്ചു, എന്തുവായി ഒക്കെ പറ്റിയത്? പ്രൈസ് ദി ലോർഡ്. ഞാനൊരു മുസ്ലിം സ്ത്രീയാണ്. കാരണം അവളുടെ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ ഒരു പന്തിന്റെ വലിപ്പത്തിലുള്ള ക്യാൻസർ മുഴ ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ പ്രാർത്ഥനയിൽ യേശു സൗഖ്യമാക്കി. അവൾ പറയുന്നു, ഇനി ഞാൻ യേശുവിനായി ജീവിക്കും. ദൈവം എന്നെ ശിക്ഷിച്ചതാണേ എന്ന് വിളിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാടാ ശിക്ഷിച്ചത് ഇവളെ? ഞാൻ ചോദിച്ചു, എന്തുവാ കാര്യം എന്ന് ചോദിച്ചു. 25 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാണ് ഈ കുഞ്ഞ് കിട്ടിയത്. ഈ കുഞ്ഞ് ലഭിച്ച ശേഷം 1.25 വർഷം കൊണ്ട് ഞാൻ ചർച്ചിൽ വരുന്നില്ല. എന്റെ യേശു എന്നെ ശിക്ഷിച്ചതാണ്. അതാണ് അവളുടെ വിളിയായിരുന്നത്.
ആമേൻ. ആ മുഴ അപ്രത്യക്ഷമായി, ക്യാൻസർ മാറി. ആമേൻ. കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുൻപ് അവൾ സ്നാനമേറ്റ് കർത്താവിനോട് ചേർന്നു. കാരണം എന്തെന്നറിയാമോ? അവളുടെ ജീവിതം, ഞാൻ ചോദിച്ചു നീ എങ്ങനെയാ ഇവിടെ വന്നത്? അപ്പോൾ പറഞ്ഞു എൻ്റെ ഹൃദയത്തിന്റെ 2 വാൾവുകളും ഡാമേജ് ആയി പോയി. കേരളത്തിൽ എല്ലാ ചികിത്സകളും ചെയ്ത് കൈവിട്ടു. അവസാനം പറഞ്ഞു വേണമെങ്കിൽ ഇനി ചെന്നൈയിൽ പോയി ഒരു ഹോസ്പിറ്റൽ ചികിത്സിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പണമില്ലാതെ കരഞ്ഞു കിടന്നപ്പോൾ സ്വപ്നം കണ്ടു, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ സുഖമാകുമെന്ന്. ഞാൻ വന്ന ദിവസം തന്നെ എൻ്റെ ഹൃദയത്തിന്റെ 2 വാൾവുകളും സൗഖ്യമായി. അതിനുശേഷമാണ് 25 വർഷം കൊണ്ട് കുട്ടികളില്ലാത്ത എനിക്ക് ഈ മകനെ ലഭിച്ചത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാൻ പറയാം, ജാതി ഏതോ ആകട്ടെ, ഭാഷ ഏതോ ആകട്ടെ, ആമേൻ, ക്യാൻസർ രോഗിക്ക് നിന്റെ നിറമല്ല പ്രധാനം, ദൈവത്തിന്റെ ശക്തിയാണ് പ്രധാനം. ആമേൻ. കർത്താവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും ആമേൻ തന്റെ നാമത്തെ ഉയർത്തിയെങ്കിൽ, അപ്പോസ്തലന്മാർ വചനത്തെ അത് മുഖാന്തരം ഉറപ്പിച്ചുവെങ്കിൽ, ജനം ക്രിസ്തുവിനെ അറിയുവാൻ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളാണ് ആവശ്യം. അത് മുഖാന്തരമായി വരും. പിന്നെ അവർക്ക് സുവിശേഷം പറഞ്ഞവരെ കർത്താവിന് വേണ്ടി നേടാം. അത് സംഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടണം. അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടണമെങ്കിൽ നിങ്ങളുടെ ചർച്ച് പ്രാർത്ഥനാ മുറികളായി എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ജീസസ്, നിങ്ങൾ എല്ലാവരും സ്വീകരിക്കത്തില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നിങ്ങളുടെ ഒരു വിഷയവും പറയാതെ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി മുട്ടുകുത്തുവാൻ സമർപ്പണമുള്ള കുറെ പേരെ യേശു അന്വേഷിക്കുന്നു. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയാം. ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ പ്രയർ വേറെയാണ്. പ്രൈസ് ദി ലോർഡ്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ സമർപ്പണമുള്ളവരെ കർത്താവ് അന്വേഷിക്കുന്നു. നീ എത്ര ബലഹീനനാകട്ടെ, നിന്നെ എൻ്റെ യേശു തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുവാൻ പോകുന്നു. വെയിൽസിലെ ഉണർവിന് സമർപ്പണമുള്ള 17കാരൻ ആദ്യം 7 പേരടങ്ങുന്ന പ്രാർത്ഥന ആരംഭിച്ചുവെങ്കിൽ, ഉണർവിന് അത് വഴിതെളിച്ചുവെങ്കിൽ, നിന്റെ ഒറ്റ വ്യക്തിയുടെ പ്രാർത്ഥനയായിരിക്കും നിന്റെ സഭയ്ക്ക് ഉണർവുണ്ടാകാൻ പോകുന്നത്. താങ്ക് യു ജീസസ്. നിങ്ങളിൽ ഒരാൾ ശുശ്രൂഷകനോട് ചേർന്ന് ജീസസ് തിരുമുൻപിൽ പ്രാർത്ഥിപ്പാൻ തയ്യാറാകുമെങ്കിൽ ഉണർവിന്റെ ഒരു അഗ്നി വെളിപ്പെടും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സഭയ്ക്കകത്ത് ഇറങ്ങി വരും. നിങ്ങൾ ദേശത്തിന്റെ ദൈവ മനുഷ്യനായി മാറും. ജനം ചോദിച്ച് നിങ്ങളുടെ സഭയിലേക്ക് വരും. വിവിധ ജാതികൾ വരും, വിവിധ നിറക്കാർ വരും. മലയാളി എന്ന ചിന്ത മാത്രം പോരെ, എല്ലാവരുടെ ആത്മാവിന് ഒരേ വില. ദർശനം വിപുലമാകട്ടെ. ദൈവദാസന്മാരെ, ദർശനം വിപുലമാകട്ടെ. ഹല്ലേലൂയ. ഒറ്റ ചോദ്യം, 1 മണിക്കൂറെങ്കിലും ഒരു ദിവസം ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ സമർപ്പണമുള്ളവരെ കർത്താവ് തിരയുന്നു. എത്ര പേരുണ്ട്? അവർ മാത്രം കരമുയർത്താം. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ജീസസ്, നിങ്ങളുടെ ജോലി സമയത്തെ അല്ല വിലയിരുത്തേണ്ടത്, ത്യാഗം, ഉണർവിന് വേണ്ടി വിലയെടുക്കുവാൻ നല്ലവണ്ണം കരമുയർത്തണം. സമർപ്പണമുള്ളവർ നല്ലവണ്ണം കരമുയർത്താം. കോൺഫറൻസ് കോളിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തീരുമാനം മാറരുത്. ഇന്നത്തെ ഈ സമർപ്പണമാണ് നിങ്ങളുടെ സഭയുടെ ഉണർവിന്റെ ആരംഭമായി മാറേണ്ടത്. അങ്ങനെയുള്ളവർ കരം ഉയർത്തിക്കൊണ്ട് പറയും, ഇതാ കർത്താവ്, ഞാൻ വരുന്നു. ദൈവം കരഞ്ഞ ഒരു കാര്യമുണ്ട്, ഇടിവിൽ നിൽക്കാൻ ആരെയും കണ്ടില്ല.
ആരെയും കണ്ടില്ല. ഓ, ദേശത്തിൽ ഉണർവ് ഉണ്ടാകത്തില്ലെന്ന് ചിന്തിക്കരുത്. സഭ വളരത്തില്ലെന്ന് ചിന്തിക്കരുത്. അതിന്റെ ഒന്നാം പടിത്തിന് മുൻപിൽ മുട്ടുകുത്തുകയാണ്. കരയുവാൻ തയ്യാറെങ്കിൽ, ഇടിവിൽ നിൽക്കാൻ തയ്യാറെങ്കിൽ നിങ്ങളുടെ മേലൊരു അഭിഷേകം ദൈവം തരും. നിങ്ങളുടെ സഭയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും. അതിനുള്ള കരം ഉയർത്തി വെച്ചുകൊണ്ട് കർത്താവ് പ്രാർത്ഥിക്കാൻ വരം തരണമെന്ന് ചോദിച്ചോളൂ. പ്രാർത്ഥിക്കാൻ വരം തരണമേ, പ്രാർത്ഥിക്കാൻ കൃപ തരണമേ. ഈ ത്യാഗം ഏറ്റെടുത്തത് ജീവകാലം മുഴുവനും ചെയ്യുവാൻ എന്നെ സഹായിക്കണമെന്നൊന്ന് പ്രാർത്ഥിച്ചാൽ വാതുറന്ന് കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. ഓ ശരഖബറന്ധുരാദല, ഓ ഹല്ലേലൂയ. കർത്താവേ, ഒരു ആമേൻ. പെരുമഴയുടെ മുഴക്കം കാണുന്നുണ്ട്. കൈപ്പത്തിയോളം മേഘമെന്നതുപോലെ തിരുമുൻപിൽ ഇടിവിൽ നിൽക്കുവാൻ ഈ ജനം സമർപ്പിക്കപ്പെട്ട ഈ വേളയെ ഓർക്കണമേ. ഇവരുടെ മേൽ പ്രാർത്ഥനയുടെ അഭിഷേകം പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ പ്രാർത്ഥന, മധ്യസ്ഥത, ഇടിവിൽ നിന്നുള്ള കണ്ണുനീർ സ്വർഗം കേട്ട് ഇവരായിരിക്കുന്ന സഭയിൽ അത് അനേകം ഇവരോട് ചേരുവാൻ, അത് പ്രാർത്ഥന മുറിയായി മാറുവാൻ, പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങി വരുവാൻ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തന മുഖാന്തരം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, സത്യസഭ വെളിപ്പെടുന്നു എന്ന തിരുവചനം ഇവരുടെ സഭകളിൽ പൂർണ്ണമാകേണ്ടതിന് ദൈവം ഇടയാക്കണമേ എന്ന് ഇവർക്കായി പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം. ജീസസ്, ഇന്ന് രാത്രി അവർ പോയി 1 മണിക്കൂർ പ്രാർത്ഥിക്കട്ടെ. നാളെ ശുശ്രൂഷയുടെ വലിയ അഭിഷേകം ഇവരുടെ മേൽ വെളിപ്പെടത്തക്ക നിലയിൽ, ആത്മപകർച്ച വെളിപ്പെടത്തക്ക നിലയിൽ, കൃപാവര ജ്വലനം വെളിപ്പെടത്തക്ക നിലയിൽ ഇവരെ ഒരുക്കി പകൽ കൊണ്ടുവരണമേ എന്ന് അടിയങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി ശക്തമായ ഒരു ഹല്ലേലൂയ പറയാം. Praise the Lord. ഈ ദിവസം നിങ്ങളുടെ ഡയറിയിൽ എഴുതുക, മറക്കാതെ ചെയ്യാൻ ആരംഭിക്കുക. അതിന്റെ ആരംഭദിനം ഇന്നാകട്ടെ. നാളെ ഒരു കവിഞ്ഞൊഴുക്കിന്റെ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മ നമ്മെ കൊണ്ടുവരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ സമയം വേർതിരിക്കുമെങ്കിൽ, ഹല്ലേലൂയ, വില കൊടുക്കുമെങ്കിൽ, തയ്യാറാകുമെങ്കിൽ പരിശുദ്ധാത്മ കൊണ്ടുവരും. നമ്മളിലൂടെ ചിലത് നടക്കും. ആമേൻ. കൈ ഉയർത്തി എല്ലാവരും ഒരു നല്ല ആമേൻ പറയാം. Praise the Lord. കർത്താവ് അതിനായി സഹായിക്കട്ടെ. ഉണർവിന്റെ ആരംഭം ഇവിടെയാണ്. അത് ദൈവം ചെയ്യട്ടെ എന്ന വാക്കുകളോടെ എൻ്റെ വാക്കുകളെ വിരമിക്കുന്നു.